2005 മെമന്റോ സിനിമയിലെ ഷോർട്ട് ടേം മെമ്മറി ലോസും കുറെ തമിഴ് എലമെന്റ്സും ഒക്കെ ചേർത്ത് വൃത്തിക്കെടുത്ത ഒരു പടമായിരുന്നു ഗജനി എന്നത്. അതേ മുരുകദോസ് അസാസിൻ ക്രീഡ് ഗെയിമിലെ ജനറ്റിക് മെമ്മറിയും തമിഴ് കലാചാരവും എല്ലാം കൂടെ കുഴച്ച് അവിടെ ഇവിടെ എത്താതെ പോയ ഒരു പടമായിരുന്നു ഏഴാം അറിവ് എന്ന് പറയുന്നത്. ഏഴാം അറിവുക്ക് എന്നടാ പ്രശ്നം? ഫൈറ്റ് ഇല്ലയാ, നല്ല ഇറുക്കണ്ണേ, ഹിസ്റ്റോറിക് ഡെപ്പിക്ഷൻ ഇല്ലയാ, ഇറുക്ക് പ്രമാദമാ, ഇറുക്ക് മാസ് വില്ലൻ ഇല്ലയാ, ഇറുക്ക് മരണ മാസ് വില്ലൻ, ലവ് ഇല്ലയാ, ക്രിഞ്ചായിരുന്നാലും ഇറുക്ക് സയൻസ് ഇല്ലയാ, സയൻസ് അല്ല മൈ. അപ്പോൾ അതാണ് ഏഴാം അറിവ് ഒരിക്കലും ഒരു മലങ്കൾട്ടെന്നോ മോശം സിനിമയെന്നോ ഉള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ നമുക്ക് ഊക്കാൻ പാകത്തിന് പല പല എലമെൻസും ഈ പടത്തിലുണ്ട്. ആ പോർഷൻസ് മാത്രം കോമ്പൈൽ ചെയ്തിട്ടുള്ള ഒരു കോമ്പൈലേഷനാണ് ഈ ഒരു വീഡിയോ. ഏവർക്കും മൂവി ജംഗിയിലേക്ക് സ്വാഗതം. സോ സെഗ്മെൻറ്റ് 1, ദ ബുക്ക് ഓഫ് വിഷാണ്ടി, അല്ലെങ്കിൽ എങ്ക പുസ്തകത്തിലെ എല്ലാമേ ഇറുക്ക്. നമ്മുടെ നായിക ശുഭ ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. അവരുടെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായി അതിൻ്റെ റിസർച്ച് പ്രൊപ്പോസൽ സീൻ കാണിച്ചുകൊണ്ടാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത്. മീറ്റിങ്ങിൽ റിസർച്ചിനെ പറ്റിയും അതിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ച് പറയുന്നതിന് പകരം നമ്മുടെ ശുഭ ചേച്ചി അവിടെ നിന്ന് കഥാപ്രസംഗം തുടങ്ങി, തമിഴിനെയും അങ്ങാടി മരുന്നിനെയൊക്കെ പറ്റി. തമിഴ് ചരിത്രങ്ങളും തമിഴ് ചികിത്സാ മുറകളും ഒരുപാട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ റിസർച്ചിൽ. അതുകൊണ്ട് ഞാൻ തമിഴിൽ സംസാരിച്ചോട്ടെ. സെഞ്ചുറിയിലെ வாழ்ந்தவர், தற்காப்பு கலை, மருத்துவம் ரெண்டுலயும் மிகப்பெரிய എന്നോട് റിസർച്ച്. ഇതെല്ലാം അഡ്വാൻസ് DNA റിസർച്ച് ആണ്. അമേരിക്ക പോലും ഇത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അല്ല സർ, അതിനുള്ള എല്ലാ മാർഗങ്ങളും ബോധിധർമ്മൻ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കിട്ടിയ സമയത്ത് ഒരു സിംഗിൾ സയൻറ്റിഫിക്കലി ലോജിക്കായിട്ടുള്ള വാക്കുപോലും പറയാതിരുന്ന നമ്മുടെ ശുഭചേച്ചിയെ അവിടെയുള്ള പാനലിസ്റ്റുകളെല്ലാം വട്ടത്തിൽ വെക്കുന്നു, അതുപോലെ തന്നെ ഇറക്കിയും വിടുന്നു. സ്വാഭാവികം. എൻ്റെ മുരുകദോസ് എന്ന ഈ മെഡിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഏരിയയിലോട്ട് കൈവയ്ക്കുമ്പോൾ കുറച്ചും കൂടി റിസർച്ച് ആകാമായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ സൂര്യ അണ്ണഞ്ഞ ഒരു എണ്ണത്തോണിയിലോട്ടോ വല്ലതും മുക്കി 2 ഹോമോ നടത്തി ഈ പടം ഫുള്ളായിട്ടൊരു മിസ്റ്ററി ഫാൻറ്റസി മോഡ് പിടിച്ചിരുന്നെങ്കിൽ ഇതിലും ബെറ്റർ ആയിരിക്കുന്നേനെ എന്ന് എനിക്ക് തോന്നിയത്. ദ മിത്ത് പോലെയൊക്കെ ആ ഒരു ലെവലിലോട്ട് എത്തിയേനെ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. സീക്വൻസ് 2, റെമോണ്ടഡ, അല്ലെങ്കിൽ ഈ മൂവിയിലെ തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സീക്വൻസിലൊന്നാണ് ക്ലൈമാക്സിന് ഒരു അരമണിക്കൂർ മുമ്പുള്ള ഒരു ട്രാഫിക് ഫൈറ്റ്. വില്ലൻ്റെ നോക്കുമർമ്മം കഴിവ് വെച്ച് അവിടെയുള്ള മുതുകിളവന്മാർ തൊട്ട് വരി കൂടെ പോകുന്ന ചേച്ചിമാരുടെ കയ്യിൽ നിന്ന് വരെ ചെവുക്കിനെ വഴങ്ങി കൂട്ടുന്നുണ്ട് നമ്മുടെ സൂര്യയാണ്. അതിനിടയ്ക്ക് വില്ലൻ്റെ കണ്ണൊന്ന് തെറ്റിയ സമയത്ത് കണ്ടം വരി ഓടി രക്ഷപ്പെട്ട നമ്മുടെ സൂര്യയാണ് തൻ്റെ 5 കിലോമീറ്റർ റേഡിയസിൽ വില്ലനില്ല എന്ന ഉറപ്പിന്മേൽ ഒരു കഥാപ്രസംഗം തുടങ്ങുകയാണ്. നമ്മളെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നെഞ്ചു വിരിച്ച് നിൽക്കുകയാണ് വേണ്ടത്. അവനെ എതിരിടാൻ നമ്മൾക്ക് ആർക്കും കഴിഞ്ഞില്ലല്ലോ. നീ ഈ കാണിക്കുന്ന തളപ്പ് നേരിട്ട് കാണിക്കണേ. കാണിക്കോ? കാണിക്കും കേട്ടാ. പിന്നെ മോന് ബിരിയാണിയും ചോറും എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് തരാം കേട്ടാ. അതാ വരുന്നത്. സീക്വൻസ് 3, രാജമൗലി. 2009 മഗധീരയുടെ പാൻ ഇന്ത്യൻ സക്സസിന് ശേഷം വയറിളകിയതുപോലെയാണ് പുനർജന്മവും റീഇൻകാർണേഷനും ഒക്കെ തീമായിട്ടുള്ള മൂവീസ് വന്നു തുടങ്ങിയത്. അതിലൊട്ടുമിക്കതും ഫ്ലോപ്പ് ആവുകയും ചെയ്തു. അത്തരം സിനിമയിൽ ഏറ്റവും കൂടുതൽ തട്ട് കിട്ടിയത് നമ്മുടെ സൂര്യ അണ്ണനുമായിരുന്നു. ഈ ഒരു മൂവി കംപ്ലീറ്റ്ലി ബോധിധർമ്മം വെച്ച് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആ വിഷ്വൽസും മറ്റും കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. അതിനു പകരം എന്തിനാണ് ഈ പ്രസൻറ്റും പാസ്റ്റും വെച്ചിട്ടുള്ള ഒരു കയ്യാങ്കളി എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ പുനർജന്മമൊക്കെ വെച്ചിട്ടുള്ള പടങ്ങൾ സൂര്യ അണ്ണനെ വലിയ രീതിയിൽ പുറകോട്ടടിച്ചിട്ടുണ്ട്. മാസായാലും ഇപ്പോൾ ഇറങ്ങിയ കങ്കു ആണെങ്കിലും അതിനു മുന്നേ ഉള്ള 24ഉം ഏതാണ്ട് സിമിലർ ഒരു കഥയാണെങ്കിൽ കൂടിയും അത് നല്ലൊരു മൂവി ആയതുകൊണ്ട് അതിനെ നമുക്ക് മാറ്റി നിർത്താം. ബാക്കിയുള്ള മൂവീസ് എല്ലാം തന്നെ നല്ല രീതിക്ക് സൂര്യയെ പിറകോട്ട് വലിച്ചിട്ടുണ്ട്. സീക്വൻസ് 4, ലേസി റൈറ്റിംഗ്. ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സായി എനിക്ക് തോന്നിയത് സ്ക്രിപ്റ്റ് തന്നെയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് എനിക്കറിയാം, എന്നാലും സ്ക്രിപ്റ്റ് വളരെ വീക്കായിപ്പോയി. ആദ്യത്തെ ഒരു 30 മിനിറ്റ്സും ഒരു ലാസ്റ്റത്തെ ഒരു ക്ലൈമാക്സിന് മുമ്പുള്ള ഒരു 50 മിനിറ്റ്സും വളരെ നന്നായി തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിനിടയ്ക്കുള്ള വളരെ വലിയൊരു ടൈം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ ഹാപ്പനിങ്സ് ഒന്നും ഉണ്ടാകാണ്ട് വലിഞ്ഞു പോയതുപോലെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിന് ഒന്നിനും തന്നെ സൂര്യയുടെ ബോധിധർമ്മൻ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴും അരവിന്ദ് എന്ന ക്യാരക്ടറിന് ഒരു രീതിക്കുള്ള ക്യാരക്ടർ ആർക്കോ ഒന്നും തന്നെ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ ശ്രുതി ഹാസനും സെയിം അവസ്ഥ തന്നെയായിരുന്നു. ഈവൻ നമ്മുടെ വില്ലൻ ഏറ്റവും വലിയൊരു USP ആയിരുന്നു. ഈ ഒരു മൂവിയുടെ USPയിൽ ഒന്നായിരുന്നു വില്ലൻ നമ്മുടെ ജോണി ട്രൈന്യൂവിൻ്റെ ഡോങ്ലി എന്ന ക്യാരക്ടർ. പക്ഷേ ക്യാരക്ടർ പൈസയ്ക്ക് വേണ്ടി മാത്രം കൊല്ലുന്ന ഒരു
വില്ലൻ. ഒരു രീതിക്കും അത് എനിക്ക് അത്ര ഡൈജസ്റ്റ് ആയില്ല. എന്തെങ്കിലും ഒരു ക്യാരക്ടർ ആക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോട്ടീവോ അങ്ങനെ എന്തെങ്കിലും ഒരു ആർക്കായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. വെറും പൈസയ്ക്ക് വേണ്ടി മാത്രം. ഈവൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് പലതും നമ്മുടെ വേൾഡ് സിനിമയിൽ ക്ലാസിക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു ക്യാരക്ടറിന് ഒരു രീതിക്ക് വളരെ പ്ലെയിനായിപ്പോയി. ഒന്നും തന്നെയില്ല, പ്രത്യേകിച്ച് ഒരു രീതിക്കുള്ള മോട്ടീവ്സോ ഒന്നും ഇല്ലാണ്ട് വളരെ പ്ലെയിനായിപ്പോയി നമ്മുടെ വില്ലൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വില്ലനെ ലാസ്റ്റ് കൊണ്ടുവന്ന് സൂര്യയായിട്ടൊരു ഫേസ് ഓഫ് വരുമ്പോൾ തന്നെ പെട്ടെന്ന് കൊന്ന് തീർത്തതിന് ശേഷം ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കുന്നു. അങ്ങനത്തെ ഒരു രീതിക്ക് വളരെ എടുപിടിയെന്നായിപ്പോയി നമ്മുടെ ഈ ഒരു ക്ലൈമാക്സ് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു മൂവിയിലെ ഏറ്റവും വലിയ വീക്ക്നെസ് ആയിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു മിസ്ഡ് മാസ്റ്റർ പീസസ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ സീരീസിൽ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന മൂവീസ് ഏതൊക്കെയാണ് എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ അഡിയോസ് അമിഗോസ്.